നമ്മളെ സ്നേഹിച്ചവരെയും വേദനിപ്പിച്ചവരെയും പ്രോത്സാഹിപ്പിച്ചവരെയും മരണം വരെ നമുക്ക് മറക്കാനാകുമോ? ടെറിയച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾക്ക് അച്ഛൻ്റെ മുഖം പോലെ നൈർമല്യവും സൗന്ദര്യവും ഉണ്ട് കേട്ടോ. 2006 ഞങ്ങളുടെ സീനിയേഴ്സിനെ ആവില പ്രബോധാലയത്തിൽ കൊണ്ടുവിടാൻ വരുമ്പോഴാണ് ആദ്യമായി ഞാൻ ടെറി ബ്രദറിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. ബഹുമാനപ്പെട്ട ജോസഫ് ജോൺ അച്ഛൻ എല്ലാ സെമിനാരിക്കാരെയും പ്രാർത്ഥിച്ച് ഒരു ബ്രിവേറി നൽകി സെമിനാരിയിലേക്ക് സ്വീകരിക്കുന്നു. ആ വൈകുന്നേരം ഇപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ആരാധന നടക്കുന്നതിനിടയിൽ അനീഷ് ആൻസൽ ബ്രദറിനെയും ജോസ് കാർഡോസ് ബ്രദറിനെയും ഷനീഷ് ബ്രദറിനെയും ആൻ്റണി ജോസഫ് ബ്രദറിനെയും ഒക്കെ കണ്ടത് എൻ്റെ ഓർമ്മകളിൽ ഇന്നലെ പോലെ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ആൻ്റണി തോമസ് ബ്രദറിൻ്റെ മാതാപിതാക്കളും പെങ്ങളുമൊക്കെ ആവില സെമിനാരിൽ നിന്ന് സംസാരിക്കുന്നതും ലെനിൻ ബ്രദർ അനീഷ് ബ്രദറുമായി സംസാരിച്ചുകൊണ്ട് ചായ കുടിക്കുന്നതുമൊക്കെ എൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞു വരുന്നു. അകാലത്തിൽ ഞങ്ങളെ വിട്ടുപോയ എൻ്റെ ബാച്ചുകാരനായ ജെയ്സൺ പീറ്റേഴ്സിൻ്റെ കസിനായ റോബിൻ ബ്രദറിനെ പരിചയപ്പെട്ടതും ഓർമ്മകൾ. പിന്നീട് ഞാൻ ആവിലയിൽ വന്ന കാലത്ത് നമ്മുടെ റീജൻ്റായിരുന്നു ജോയ് ലൂയിസ് ബ്രദർ. സപ്പർ കഴിഞ്ഞ് എല്ലാ ബ്രദേഴ്സും ഇംഗ്ലീഷിൽ പ്രസംഗിക്കണമെന്ന് ജോയ്സ് ലൂയിസ് ബ്രദർ ഉത്തരവിട്ടു. എൻ്റെ ഊഴം വന്ന രാത്രിയിൽ ഞാനൊരു ഇംഗ്ലീഷ് പ്രസംഗം പറഞ്ഞു. ഒരുപക്ഷെ അന്ന് എന്നെ പ്രചോദിപ്പിച്ച ഒരേ ഒരു സെമിനാരിക്കാരൻ ടെറി ബ്രദറായിരുന്നു. സജീവേ, പ്രസംഗം കൊള്ളായിരുന്നു കേട്ടോ, നാടകം നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ എന്നൊക്കെ പലപ്പോഴും എന്നെ പ്രചോദിപ്പിച്ചിരുന്ന ഒരേ ഒരു ബ്രദർ. ഒരുപക്ഷെ സെമിനാരി കാലത്ത് നമ്മൾ അധികമൊന്നും വലിയ ആത്മബന്ധം കാത്തു സൂക്ഷിച്ചില്ല എങ്കിലും 2ാം വർഷം പഠിക്കുമ്പോൾ പലപ്പോഴും നൈറ്റ് റിക്രിയേഷൻ ടൈമിൽ നമ്മൾ ഒരുപാട് കോളേജ് കഥകൾ സംസാരിക്കുന്നതും ഒരുപാട് തമാശകൾ പറഞ്ഞതുമൊക്കെ ഓർമ്മകളിൽ വരുന്നു. അതിരാവിലെ ടെറി ബ്രദർ പള്ളിയിൽ പാടുന്നതും ചില തിരുനാളുകൾക്ക് ലാറ്റിൻ പാട്ട് പാടുവാനായി ജോസഫ് ജോൺ അച്ഛൻ്റെ കൂടെ നമ്മൾ പോകുന്നതുമൊക്കെ ഓർമ്മകളിൽ. ജോൺസൺ മാഷിൻ്റെ ലാറ്റിൻ സോങ് പ്രാക്ടീസസുമൊക്കെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ കഴിയുക അല്ലേ? ഓർമ്മകൾ ഫാത്തിമ മാതാ നാഷണൽ കോളേജിൻ്റെ ഇടനാഴികളിലേക്ക് പരക്കുന്നുണ്ട് കേട്ടോ. വളരെ മിതഭാഷിയായ ഒരു നല്ല സെമിനാരിക്കാരനായിരുന്നു ടെറി ബ്രദർ എൻ്റെ ഓർമ്മകളിൽ. വർഷങ്ങൾക്ക് മുമ്പ് ടെറി ബ്രദർ അച്ഛനായ വീഡിയോ കണ്ടപ്പോൾ എന്തോ എൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി കേട്ടോ. കാരണം ഇന്നത്തെ അൾത്താരയുടെ ആ തിളക്കത്തിന് പിന്നിൽ എത്രയോ രാത്രികളുടെ പ്രാർത്ഥനകളും കണ്ണീർ പുഴകളും ഒറ്റപ്പെടലുകളുമൊക്കെ ഉണ്ട് അല്ലേ? ഒരിക്കൽ തോംസനുമായി അച്ഛൻ്റെ വീട്ടിൽ വന്നതും മാതാപിതാക്കളെയും ജ്യേഷ്ഠനെയും ഒക്കെ കണ്ടത് ഓർമ്മകളിൽ. ഒരിക്കൽ ഞാൻ കരിച്ചാല് വന്നപ്പോൾ അച്ഛൻ പ്രളയ സമയത്ത് നടത്തിയ നന്മകളെക്കുറിച്ച് ഒരു ഹിന്ദു സ്ത്രീ വാചാലയായത് എൻ്റെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നു. ദൈവം അങ്ങയിലൂടെ പ്രവർത്തിക്കുന്നത് കേട്ടപ്പോൾ ശരിക്കും ഒരുപാട് അഭിമാനം തോന്നി. പിന്നീട് കോട്ടപ്പുറം ക്രൈസ്റ്റ് ദ കിങ് ദേവാലയത്തിൽ ഒരു ഇടവക ദിനത്തിന് എന്നെ ചീഫ് ഗസ്റ്റായി ക്ഷണിച്ചതും അച്ഛൻ പ്രസംഗമധ്യേ എന്നെക്കുറിച്ച് പറഞ്ഞതുമായ വാക്കുകൾ ദേ ഈ ഹൃദയത്തിൽ ഇപ്പോഴുമുണ്ട് കേട്ടോ. കാലങ്ങൾക്കിപ്പുറവും ആ ഹൃദയത്തിൽ എന്നെ കരുതിയതിന് 1000 നന്ദി. ചില മനുഷ്യർ നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുന്നതും നമുക്കൊരിക്കലും മറക്കുവാൻ കഴിയാത്ത സുഖമുള്ള ഓർമ്മകളായി തീരുന്നതും അവർ നമ്മുടെ ജീവിതത്തിൽ അവർ പോലും അറിയാതെ ചെലുത്തിയ ചില നന്മയുള്ള നിമിഷങ്ങൾ കൊണ്ട് മാത്രമല്ലേ? ടെറിയച്ച, ഈ ജന്മദിനത്തിൽ അങ്ങയുടെ മാതാപിതാക്കളെയും സഹോദരനെയും ബന്ധുമിത്രാദികളെയും ഓർത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ നിന്നും അങ്ങേക്ക് 1000 ജന്മദിനാശംസകൾ നേർന്നുകൊള്ളുന്നു.